നമ്മൾ HR എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ള അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് ദി പീപ്പിൾ ഈ സാലറി നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് എന്താ പറയുക HR ഒരു ക്രൂരമുഖം കൊടുക്കുന്ന ഒരു ഏരിയ. അതാണ് പറയുന്ന സാലറി തരില്ല കമ്പനി. ഇപ്പോൾ ഫ്രഷറിന് പഠിച്ചിറങ്ങിയാൽ ഉടനെ HR മാനേജർ ആകാം. If I tell you that, will you agree with me or not? Maybe life experience ഉള്ള ഒരാൾക്കും പറ്റും കേട്ടോ. ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും ലൈഫിൽ ഒരുപാട് സിറ്റുവേഷൻസ് ഫേസ് ചെയ്ത് വന്നിട്ടുള്ള ഒരാളാണ്. സിറ്റുവേഷൻ മാനേജ്മെന്റ് അറിയുന്ന ഒരാളാണെങ്കിൽ of course he can join. That was my growth pattern. So slow and steady growth. Actually, HR manager agan. Actually, those days. Yes. But nowadays, you can tell Rasitha the growth pattern how actually, it is. Actually, sir, Ali, great thing you got him in this place because HR-ന്റെ തന്നെ ഒരു ഗ്രാഫാണ്. ലൈക്ക് ആ ഒരു ഇൻഡസ്ട്രിയിൽ വന്ന അപ്ഡേഷൻസും ചേഞ്ചസും കറക്റ്റായിട്ട് അറിഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്ത ഒരു പേഴ്സണാണ്. ആസ് ഐ സെഡ് HR എന്നല്ല സ്റ്റാർട്ട് ചെയ്തത്. ഇറ്റ് സ്റ്റാർട്ട് ആസ് എ അഡ്മിനിസ്ട്രേഷൻ ജോബ്. അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു. വരുന്ന എംപ്ലോയീസിൻ്റെ കണക്കെടുക്കുക, എത്ര പേര് ലീവ്, എത്ര പേര് ആബ്സെൻ്റ് ആയിട്ടുണ്ട്, പ്രസൻറ്റ് ആയിട്ടുണ്ട് എന്ന് നോക്കുക, പോവുക, മാസം അവസാനം അവരുടെ സാലറി കൊടുക്കുക. ഇങ്ങനെ തുടങ്ങിയതിൽ നിന്ന് നമ്മളിപ്പോൾ ഇറ്റ് കെയിം ആസ് പേഴ്സണൽ മാനേജ്മെൻറ്റ്, ദെൻ ഇറ്റ് ഈസ് HR മാനേജ്മെൻറ്റ്, നൗ ഇറ്റ് ഈസ് പീപ്പിൾ മാനേജ്മെൻറ്റ്, ദെൻ ടാലൻറ്റ് മാനേജ്മെൻറ്റിലേക്ക് എത്തി നിന്നു. ഇതിലെ ഓരോ സെഷനും അങ്ങനെ തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് ക്രോസ് ചെയ്ത് വന്നൊരു പേഴ്സണാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ HR-ന് ആ ട്രാൻസ്ഫോർമേഷൻ എടുത്ത ടൈമാണ് സാറിൻ്റെ കരിയറിനും ആ ഒരു ഗ്രോത്ത് കൊണ്ടുവരാൻ ടൈം എടുത്തത്. പക്ഷെ ഇപ്പോൾ മാർക്കറ്റും ഇൻഡസ്ട്രിയും ടപ്പേന്നാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ച് തന്നെ പൊട്ടൻഷ്യൽ ഉള്ള കാൻഡിഡേറ്റ്സിന് അതിനനുസരിച്ചുള്ള ഗ്രോത്ത് കൊടുക്കുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ. ഇപ്പോൾ നോർമലി ഒരു ഫ്രഷർ ആണ് അല്ലെങ്കിൽ ഈ ഫീൽഡിലേക്ക് ന്യൂബി ആണ്, ഒരു മാനേജിംഗ് പോസ്റ്റിലേക്ക് എത്താൻ ഏകദേശം എത്ര വർഷമൊക്കെ വേണ്ടി വരും? ആക്ച്വലി വി കുഡ് സേ about 6 to 7 years എടുക്കും. Exactly. ബിക്കോസ് നമ്മൾ ക്രിയേറ്റിവിറ്റി, പ്രോബ്ലം സോൾവിങ് എന്നൊക്കെ പറയുന്ന സ്കില്ലിനൊപ്പം തന്നെ ലേബർ ലോസ് എന്ന് പറഞ്ഞൊരു കാര്യങ്ങളും ഉണ്ട്. ലൈക്ക് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസും, ബിക്കോസ് വി ആർ ഹാൻഡ്ലിങ് ലൈഫ് ഓഫ് പീപ്പിൾ. നമുക്കൊരു അസറ്റിന് ഡാമേജ് വന്നു കഴിഞ്ഞാൽ വി ക്യാൻ റീപ്ലേസ് ഇറ്റ്, അല്ലെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്യാം. പക്ഷേ ഒരു മനുഷ്യൻ്റെ ഫിസിക്കൽ ഓർ മെൻ്റൽ വെൽബീങ്ങിനെ വരെ നമ്മൾ എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ പോയാലും നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ആ ഒരു മെച്യൂരിറ്റിയിലേക്ക് നമ്മുടെ കരിയർ എത്താൻ ഇറ്റ് ഡിമാൻഡ്സ് എ ടൈം. പക്ഷേ ആ ഒരു ടൈം എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആ ഒരു സ്കില്ലും കൂടെ കൊടുക്കാൻ നമുക്ക് പറ്റുകയാണെങ്കിൽ ഒരു ഓർഗനൈസേഷൻ നമ്മുടെ ഗ്രോത്തിനെ തടയില്ല. ദേ വിൽ സപ്പോർട്ട്. ഇപ്പോൾ സാറിനെ തന്നെ എന്തുകൊണ്ട് അവർ പഠിക്കാൻ അനുവദിച്ചു, എക്സാം എഴുതാൻ അനുവദിച്ചു? ബിക്കോസ് ദേ ഫൗണ്ട് ദാറ്റ് പൊട്ടൻഷ്യൽ. കമ്പനിയുടെ കൾച്ചർ. ഇപ്പോൾ ഫ്രഷറിന് പഠിച്ചിറങ്ങിയാൽ ഉടനെ HR മാനേജർ ആകാം. If I tell you that, will you agree with me or not? No. പറ്റില്ല. I won't. If that much skill he have, that much potential he have, അത്രയും നോളജ് ഉണ്ട്, ഒരു മാസ്റ്റേഴ്സ് ഒക്കെ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക, any company will directly recruit to managing post? Actually, it depends on the organization size and the experience also. Yes, experience. Okay. ഇപ്പോൾ കുറച്ചൊക്കെ പഠിച്ച് ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ആയിട്ട് വരുന്ന ഒരു കുട്ടി നമ്മുടെ ഒരു കോഴ്സ് ചെയ്യുകയാണ്, അത് കഴിഞ്ഞിട്ട് ഒരു പോസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ ഓഫ് കോഴ്സ് he can join as an HR manager, ബിക്കോസ് ആവശ്യമുള്ള ഇൻഡസ്ട്രി എക്സ്പോഷർ കിട്ടിക്കഴിഞ്ഞു. അതല്ലാതെ നമ്മൾ വരുന്ന കുട്ടിക്ക് ടൈം എടുക്കണം ആൾക്കാരെ മനസ്സിലാക്കാനും എങ്ങനെയാണ് ഓരോ സിറ്റുവേഷനും മാനേജ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മേ ബി ലൈഫ് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്കും പറ്റും കേട്ടോ. ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും ലൈഫിൽ ഒരുപാട് സിറ്റുവേഷൻസ് ഫേസ് ചെയ്ത് വന്നിട്ടുള്ള ഒരാളാണ്. സിറ്റുവേഷൻ മാനേജ്മെന്റ് അറിയുന്ന ഒരാളാണെങ്കിൽ ഓഫ് കോഴ്സ് ഹി ക്യാൻ ജോയിൻ ആസ് എൻ HR. സാറിൻ്റെ എക്സാമ്പിൾ പറഞ്ഞപ്പോഴും സാറ് മാനേജ് ചെയ്തെല്ലാം എബവ് 300-400 പീപ്പിൾ ഒരു വലിയ ഓർഗനൈസേഷനിൽ ഒബ്വിയസ്ലി ആ ഒരു ഗ്രോത്തിലേക്ക് എത്താൻ ഇറ്റ് വിൽ ടേക്ക്. നേരത്തെ പറഞ്ഞ പോലെ ദർ ആർ മെനി അതർ ഓർഗനൈസേഷൻ, ചിലപ്പോൾ 10 പേരോ അല്ലെങ്കിൽ 20 പേരോ ഒക്കെ ഉള്ള ഓർഗനൈസേഷനിലാണെന്നുണ്ടെങ്കിൽ വിച്ച് വിൽ ബി ബെറ്റർ ഫോർ എ കരിയർ ഗ്രോത്ത്. ഒരു ചെറിയ ഓർഗനൈസേഷനിൽ നിന്ന് ഒരു പൊസിഷൻ എത്തിയിട്ട് അടുത്തേക്ക് പോകുന്നതാണോ, ഒരു വലിയ ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്ത് മെല്ലെ കരിയർ ഗ്രോത്ത് ഉണ്ടാക്കുന്നതാണോ? Both are okay, Ali sir, if you ask me. But പക്ഷേ if you start as a fresher and give into to entry level, learn the basics, then grow gradually will be the right career path for a individual. That is what I would advise. Getting into a larger organization and you are nowhere in that bigger crowd, you get lost sometimes. Okay. So it is always better to find, just like how I got as the a key opportunity to shine right from the day one. So every moment of mine was a challenging thing. Yes. And it was a growth aspect. Every moment I was feeling I was growing along with the company. Sure. So adana when I reached North, the most prestigious or the privileged thing that I got for working in the North was that I was sponsored by the Tata Group to go to TMTC Pune. TMTC is Tata Management Training Center in Pune. Tata Management Training Center. Yeah, and they nominated me completely company sponsored program. അത്ര പൈസയാണ് the company paid, including my second class AC train fare ticket. Full company sponsored. 6 months. Every month I have to travel to Pune.
and complete the HR Gurukul program. Okay. So that was the biggest certificate that I hold today. The HR Gurukul program is you also have to complete it with a project work. So it is a private course, only exclusive for the Tata employees. So I am holding that privileged certificate. അടിപൊളി. ആക്ച്വലി ഈ ട്രെയിനിങ് ആൻഡ് ഡെവലപ്പിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ ഇപ്പോൾ ഇറ്റ്സ് ഓൾസോ പാർട്ട് ഓഫ് HR, റൈറ്റ്? ആളുകളെ ട്രെയിൻ ചെയ്യിപ്പിക്കുക അവർക്ക് ഇതുപോലെ. അപ്പോൾ ഇൻ ഹൗസ് ട്രെയിനിങ്ങുകളാണോ അതോ ഔട്ട് ഹൗസ് ട്രെയിനിങ്ങാണോ നമ്മൾ പ്രിഫർ ചെയ്യുക കൂടുതലും? Both are valuable. See, when you go for internal trainings, maybe within the organization, external trainings, when you go, you get certified, like how I got. Korea certificates which I obtained from Taj it's a management sponsored programs. All the certification, whether I did a TMTC Gurukul program or a program which they sponsored me to do a certified Taj departmental trainer, everything was sponsored by Taj. Apart from the degrees for which I spent my money, the other certifications that I hold was entirely through the company. ഒരു നല്ല കമ്പനികളാണ് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ they will ensure a career growth. Yeah, they will definitely give you the career path and also your growth. As training and development is one of the foremost things, so you always develop along with the company. So when you step out of the Taj, what was your feeling? Taj ഇറങ്ങുന്ന മൊമെന്റിൽ That was all thanks to COVID only, that's all I can say. So that is the time which had the biggest hit. So it was a very heartfelt feeling to come out. But one thing before that, what happened is after finishing Khajuraho, I got an opportunity to go back to my hometown. Okay. Where I started my career as a personal assistant. I went back to the same hotel as a HR manager. Oh. That is another. മറ്റെന്താ തിരിച്ചു വരുമെന്നൊക്കെ പറയില്ല. So then when I went back starting the career, and those staff are all senior staff who were looking at me, you started here and you came back here as a manager. Adana, it was a big no singala vandichu. So that was the dialogue they gave me those days. It was a very warm welcome. And the most challenging thing was I worked with very hardcore unions, you know. That hotel had a union. Even the North Hotel had a union. I did 3 settlements. The settlements are one thing which is very, very, you know, a tough thing to crack with the... And the settlements means? Meaning long-term settlements means it is a wage negotiation with the workers. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു കരിയർ ഗ്രോത്തിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇതും കൂടിയാണ്. ബിക്കോസ് ട്രേഡ് യൂണിയൻസ് ലൈക്ക് ലേബർ യൂണിയൻസ് ഒക്കെ പറയുന്ന പോലെ നമ്മുടെ തൊഴിലാളികൾ സംഘടിച്ച് വരുന്ന എക്സാമ്പിൾസ് ഞാൻ പറയുന്നില്ല, കുറച്ച് യൂണിയൻസ് ഉണ്ടാവും നമുക്ക്. ഇവരെ നമുക്കെതിരെയും നമുക്ക് അനുകൂലമായും പ്രവർത്തിക്കുന്ന ഒരു സെറ്റ് ഓഫ് പീപ്പിളാണ്, ഒരു ഗ്രൂപ്പാണ്. മേ ബി നമുക്ക് തന്നെ നെഗോഷിയേറ്റ് ചെയ്തവരോട് സംസാരിക്കാം. അവരെപ്പോഴും അവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളായിരിക്കും എടുക്കുന്നത്, വിച്ച് മാനേജ്മെൻറ്റ് സംടൈംസ് കാണ്ട് എഗ്രി അപ്പോൺ. സോ ചിലപ്പോൾ നമ്മൾ സംസാരിച്ച് നോക്കും, അങ്ങനെ സംസാരിച്ച് സെറ്റിൽ ആവുന്നില്ലെങ്കിൽ അത് ലേബർ കോർട്ടിലേക്കും ഒക്കെ മൂവ് ചെയ്യുന്ന സിറ്റുവേഷൻ വരും. ശരിക്കും നമ്മൾ HR എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ള അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ഈ സാലറി നെഗോഷിയേഷൻ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. എന്താ പറയുക, HR ഒരു ക്രൂരമുഖം കൊടുക്കുന്ന ഒരു ഏരിയ അതാണ്. പറയുന്ന സാലറി തരില്ല കമ്പനി, പറയുന്ന സാലറി തരില്ല എന്ന് മാത്രമല്ല കേട്ടോ, നിങ്ങൾ നല്ലൊരു കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾ അർഹിക്കുന്നതിലും അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ തരാനും HR ഒരു മടിയുമില്ല. എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ നെഗോഷിയേറ്റ് ചെയ്യുന്നതിൽ? ആസ് ഒരു ഫ്രഷർ നമ്മൾ പറയുകയാണെങ്കിൽ ഇത്ര വേണമെന്ന് പറയുമ്പോൾ യു ഗൈസ് വിൽ ടേക്ക് സംതിങ് എൽസ്. സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കമ്പനിക്കും ഒരു ബഡ്ജറ്റ് ഉണ്ട്. നിങ്ങൾ ഓരോ ഫാമിലിയും നയിച്ചുകൊണ്ട് പോകുന്ന പോലെ അച്ഛൻ ഇത്ര കൊണ്ടുവരുന്നു, അമ്മ ഇത്ര കൊണ്ടുവരുന്നു, മക്കളുടെ പഠിപ്പിന് ഇത്ര എന്ന് പറയുന്ന പോലെ നമ്മൾ ഓരോ HR-നും കമ്പനി അലോട്ട് ചെയ്ത് തരുന്ന ഒരു ബഡ്ജറ്റ് ഉണ്ട്. ഇതാണ് കമ്പനിക്ക് എംപ്ലോയിക്ക് സാലറി എന്ന് പറഞ്ഞ് കയ്യിൽ ഒതുക്കാൻ പറ്റുന്ന ഒരു കോസ്റ്റ് എന്ന് പറയുന്നുണ്ട്. നമുക്ക് നിങ്ങളെല്ലാവരും നന്നായിരിക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ കയ്യിലിരിക്കുന്നതല്ലേ തരാൻ പറ്റുള്ളൂ. സോ എന്താണോ പിന്നെ കോമ്പറ്റീറ്റേഴ്സ് ഒന്ന് ആലോചിച്ച് നോക്കുക, അപ്പുറത്തുള്ള വീട്ടിൽ കറണ്ട് ഇല്ല, നമ്മുടെ അവിടെ കറണ്ട് ഉണ്ടെന്ന് വെച്ച് നമ്മൾ എല്ലാ ബൾബും ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അവർ പോയി കേസ് കൊടുക്കുമല്ലോ. അതേപോലെ തന്നെ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഫ്രഷറിന് ഇത്ര, 2 year എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിക്ക് ഇത്ര എന്നൊരു സ്റ്റാൻഡേർഡും നമുക്കുണ്ട്, മാർക്കറ്റ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അതെ, അപ്പം അതിനനുസരിച്ചേ പറയാൻ പറ്റുള്ളൂ. നന്നായി തരണമെന്ന് ആഗ്രഹമുണ്ട്, കഴിയാത്തത് കൊണ്ടാണ്. പക്ഷേ നെഗോഷിയേറ്റ് ചെയ്ത് അത് അതിനകത്തേക്ക് എത്തിക്കുക അല്ലെങ്കിൽ ആ ടാലൻറ്റിനെ അക്വയർ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വല്ലാത്ത കഴിവ് തന്നെയാണ് HR-നെ സംബന്ധിച്ചിടത്തോളം. പലപ്പോഴും നല്ല ടാലൻ്റ് ഉള്ള ആളുകളെ നമ്മുടെ കയ്യിൽ നിന്ന് ഈ നെഗോഷിയേഷൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വിട്ടുപോകുമ്പോൾ സങ്കടം തോന്നാറില്ല? പോകുന്നതിൽ മാത്രമല്ല, പോകുന്നത്
how to replace നമ്മുടെ it also. കോമ്പറ്റീറ്ററിന്റെ അടുത്തേക്ക് ആയിരിക്കും. അതെ, അത് പിന്നെ അതിനെ വല്ലാത്ത എങ്ങനെയായിട്ട് വിഷമമാണ്. റീപ്ലേസ് ചെയ്യും? That അതെ, is also a എങ്ങനെ biggest കൊണ്ടുവരും? challenge, you know. എങ്ങനെയായിരിക്കും അപ്പോൾ ആ ഒരു മേഖലയിൽ ഒരു കുട്ടിക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൗ ഹി ഹാവ് ടു വർക്ക് ഒരു നെഗോസിയേഷൻ ഒബ്വിയസ്ലി കമ്മ്യൂണിക്കേഷൻ സ്കിൽ തന്നെയാണ്. See, this will come by virtue of experience only, Alisa. So, അപ്പോൾ അതുകൊണ്ടാണ് മെയിൻലി HR മാനേജറെ കാണുന്നുണ്ടെങ്കിൽ ഇത്രയും എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നത്. That's what. And if you work, as you rightly told, is it good for a fresher to start with a small or in a larger organization? So, when you start from this lower level and you know all these negotiation skills, communication skills, all this, then thereby all your skills that is required towards HR management will help you to sustain in your career. അതാണ്. So, സിമ്പിളാണ്. നമ്മളൊരു ഇനീഷ്യലി കുട്ടിയായിരിക്കുമ്പോൾ മാർക്കറ്റിൽ പോയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ടോയ് കാണുന്ന സമയത്ത് നമ്മൾ എന്താ പറഞ്ഞ പൈസ കൊടുത്തത് മേടിക്കും. പക്ഷേ വലുതായി വരുമ്പോൾ നമുക്കറിയാം പൈസയ്ക്ക് നല്ല വിലയുണ്ട്, ഇതിങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റുന്നതല്ല. നമ്മൾ ആ ചേട്ടനോട് 10 രൂപയെങ്കിൽ 10 രൂപ കുറയാൻ ആ ഒരു ലൈഫ് എക്സ്പീരിയൻസ് തന്നെയാണ് HR-ലും വേണ്ടത്. ഇനീഷ്യലി നമ്മൾ വിചാരിക്കും നെഗോസിയേഷനൊക്കെ എന്തിനാ, ചോദിക്കുന്ന സാലറി അങ്ങ് കൊടുത്തുകൂടിയെന്ന്. പക്ഷേ ആ ഇൻഡസ്ട്രീനെ പറ്റിയിട്ടും അവരിരിക്കുന്ന പൊസിഷനെ പറ്റിയിട്ടും അത് എത്രത്തോളം ഓരോരുത്തരുടെ ലൈഫിനെയും ഓർഗനൈസേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാകുമ്പോൾ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യാൻ തുടങ്ങും. ശരിക്കും നമ്മൾ നെഗോഷിയേറ്റ് ചെയ്ത് ആളുകളെ നമ്മൾ ഓൺ ബോർഡ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ ഹയർ ചെയ്യുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില ആളുകളെ ടെർമിനേറ്റ് ചെയ്യപ്പെടേണ്ട അവസ്ഥ വരുമ്പോൾ അല്ലെങ്കിൽ അവരെ ഡീബോർഡ് ചെയ്യുന്ന അവസ്ഥകളിലൊക്കെ അപ്പോഴും നമ്മളിങ്ങനെ കട്ടി മനസ്സോടുകൂടി ഇരിക്കേണ്ടി വരും ചിലപ്പോൾ. ആക്ച്വലി HR അത്ര ഗുരുമാരാ? see, actually, I would say, Ali sir, just like how you are taking a person inside, sending away a person also, there is something called as principles of natural justice which prevails. You cannot throw, there are no more nowadays like hire and fire. There are certain things which judiciously We have to do. take care of it. Yeah. So, if there are only 3 things where a person can be sent out of a job if he is found to be guilty in terms of theft, fraud, or fraudulent activity or dishonesty. These are the things. ബാക്കിയുള്ള കാര്യങ്ങൾ there are certain things where you can pardon it and go by way of some memos or warnings and things like that. It is no hard and fast rule that anybody and everybody should be thrown out. No. There are labor codes which are supporting the people, which helps them to sustain their job. Adana. So it is no more this hard and fast rule of throw somebody outside or ask him to get out. അങ്ങനെയല്ല. ഇപ്പോൾ ഈ ലേബർ ലോസ് സാറ് പറഞ്ഞപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, പുതിയ നിയമങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹൗ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു എ സ്റ്റുഡൻറ്റ് ടു ലേൺ ഓൾ ദീസ് ലോസ്? So I'll answer that question. So ഇവിടെ എന്താണ്, see, there is a new wage code which is also being proposed by the parliament. It's called as the new wage code 2020. 2020. ഇതാണ് the new 4 codes. The 27 labor laws are going to be made compressed into 4 laws only. Okay. So when I studied, it was 27 laws. So which you should know as a labor law, as a HR person to know the labor laws. But now it has been concised to 4. Adinnu parliament la decide aayittu, it is not yet passed officially. അത് ഒഫീഷ്യലായി പാസ്സാകുമ്പോൾ it is going to be only 4 laws basically that you should understand. അത് വലിയ ഈസിയാണ്. ഇറ്റ് ഇസ് ജസ്റ്റ് എനിബഡി ക്യാൻ ക്രാക്ക് ഇറ്റ്. ഐ ഡോണ്ട് തിങ്ക് സോ ഇറ്റ് വിൽ ബി ടഫ് ആസ് ദ ടൈം വെൻ ഐ ഡിഡ് ദി കോഴ്സ്. സോ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി വെരി സിമ്പിൾ. ആൻഡ് ദീസ് 4 codes, it's not going to be called as laws, it's going to be called as codes. Yes. So things are becoming very easy in this automated world, digitalization. Those days ഞാൻ പേറോൾ ചെയ്യുമ്പോൾ it was manual, where we need to do it on registers and papers. പക്ഷേ today there is systems like HRIS, Human Resource Information System. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈ ഒരു ഫീൽഡിലേക്ക് എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്? അപ്പോൾ See, AI, I'll answer this. See, how AI works is basically it works with predefined information that is having. പക്ഷേ I was watching a video of Dave Ulrich that last week. He says, if we ask a question, what is HR from AI, it is only going to give you the past information. Okay. It is not going to give you the futuristic information. Because AI works with predefined information. Data. What is going to be HR tomorrow, like what I told this new wage code, it may not tell you that. So AI has a big challenge as far as HR is concerned. So this is my thing. Okay. So people try to download things or take it from the HR. Yes, for the past information may be good. Tomorrow, what is going to be the dynamics of people? ആളുകളുടെ മനഃശാസ്ത്രമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ കൂടുതൽ ഇവിടെയാണ് it is artificial. So therefore you have to be realistic in terms of see how your behavior is going to change after this podcast. I don't know. ഇതാണ് artificial. This is the challenge with artificial. Yes, you can use it for certain
technical things, പക്ഷേ not in the form of judging from the HR perspective. ഇതാണ് എൻ്റെ ആൻസർ ഫോർ ദാറ്റ്. ഇപ്പോൾ ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ പോകുന്ന ഒരു ഫ്രഷർ അല്ലെങ്കിൽ ഒരു പഠിക്കണം അല്ലെങ്കിൽ HR പ്രൊഫഷണലാകണം എന്ന് പറയാനുള്ളൊരു വിദ്യാർത്ഥിയോട് വാട്ട് ഷുഡ് ബി യുവർ അഡ്വൈസ്? ഫസ്റ്റ് ഓഫ് ഓൾ യു ഷുഡ് ഹാവ് എ ഹ്യൂമൻ culture within you. Be genuine. Okay. Liking the people, serving the people, be courteous, sympathetic. These are some of the qualities as a HR person you should have. Yes, somewhere you should draw a thin line where you have to be strong in terms of taking the disciplinary actions. Not that everything, the companies never hired you and kept you to keep everybody. Not all five fingers are the same. And there will be one antisocial element in your organization. If you have to, they say carrot and stick method, you have heard about it. സ്വഭാവശുദ്ധി ഉണ്ടാവുക Wherever you have എന്നുള്ളതാണ് to take ഏറ്റവും the ഇമ്പോർട്ടൻറ്റ്. give the carrot, you give the carrot. Wherever you have to take the stick, you have to take the stick. ഓക്കെ. ആൻഡ് മോർ ദാൻ HR എന്ന് പറയുന്നത് നമുക്കൊരു ഫോമൽ സെറ്റിങ്ങിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമല്ല. ലൈക്ക് എൻ HR ടച്ചസ് ലൈഫ് ഓഫ് മില്യൺ പീപ്പിൾ. ഓക്കെ. സർ ഇപ്പോൾ പറഞ്ഞൊരു കരിയർ ഗ്രോത്ത് പോലെ തന്നെ എവറി പേഴ്സൺ ഹു ഇസ് വർക്കിംഗ് അല്ലെങ്കിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും ടച്ച് ചെയ്യാൻ ഒരു HR ഉണ്ടായിരിക്കണം. അയാൾ ഗ്രോ ചെയ്യാനാണെങ്കിലും കറക്റ്റ് ചെയ്യാനാണെങ്കിലും അയാളെ സെർട്ടൻ പോയിൻറ്റ്സ് അയാളെ കറക്റ്റ് ചെയ്യാനാണെങ്കിലും ദർ ഷുഡ് ബി എൻ HR. അപ്പോൾ ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു സർ ചോദിച്ച പോലെ ഒരു ഫ്രഷറിന് എന്ത് അഡ്വൈസാണ് കൊടുക്കാനുള്ളതെന്ന് പറയുമ്പോൾ ഭയങ്കര പ്രൊഫഷണലായി പോകരുത്. ലൈക്ക് എനിക്കെല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു മെഷീൻ പോലെ ഞാൻ വർക്ക് 9 മണിക്ക് പോയാൽ 5 മണിക്ക് പഞ്ചായത്ത് ഇറങ്ങണം. ഒരിക്കലും നടക്കുന്ന കാര്യമില്ല. ആൻഡ് ഈ ഒരു റുട്ടീൻ ജോബൊക്കെ ആഗ്രഹിക്കുന്ന ഒരാൾ ചിലപ്പോൾ പറയുമായിരിക്കും HR ഭയങ്കര പ്രശ്നമാണ് അങ്ങനെയാണ്. ഒരിക്കലല്ല കേട്ടോ, ദിവസം നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്താണെന്ന് നമുക്ക് പോലും അറിയില്ല. പറയാൻ പറ്റില്ല നാളെ എന്നാണ് ഒരു എംപ്ലോയിക്ക് വരാൻ പോകുന്ന പ്രശ്നമെന്ന്. അപ്പോൾ പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും ഒരിക്കലും ഇപ്പോൾ സാറിന് എനിക്ക് പറയാം, ആ ഗ്രേ ഹെയർസ് കാണുന്നുണ്ടല്ലോ സാർ, ഈ ഒരു ഏജിലും എത്ര യങ്ങായിട്ടാണ് റെസ്പോണ്ട് ചെയ്യുന്നത് നോക്കൂ. HR ഒരിക്കലും ഏജ് ആവില്ല. നമുക്ക് ടെൻഷൻ വരുമെങ്കിലും ഒരിക്കലും ഏജ് ആവില്ല. കാരണം നമ്മുടെ പ്രോബ്ലംസും നമ്മൾ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻസും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ എംപ്ലോയിക്കും ഇഫ് യു ഹാവ് സം 300 എംപ്ലോയീസ് ഓൺ ബോർഡ് 300 പ്രശ്നങ്ങളാണ്. That's what it is different. Every person is different by himself. So coming yes sir. HR ആണ് എല്ലാവർക്കും സാലറി കൊടുക്കുന്നത് പറയാറുണ്ട്. HR എത്ര സാലറി കിട്ടും? Okay, good question. For a starter, I would say from 20 to 25K is what you can. We can expect with good skills. Good skills, good you know, knowledge where you can go to a organization which is a reputed sort of. Okay. അത്യാവശ്യം ബ്രാൻഡഡ് ഓർഗനൈസേഷനിൽ പോകുന്നുണ്ടെങ്കിൽ ബ്രാൻഡഡ് ഓർഗനൈസേഷൻ ആണെങ്കിൽ of course we can demand 20-25 you can start your career. എത്ര വരെ പോവാം? The highest you can go up to is 1.2 lakhs to 1.5 lakhs as a HR manager. But that will take some time till you reach that goal, obviously. And of course, if your career path is steady, from this 20-25K which I told, you can step into 40-45K, 50. And gradually you can keep increasing the trends. Again, ആ ഒരു കരിയർ ഗ്രോത്തിനുള്ള ടൈം അവിടെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഇനീഷ്യലി റിവാർഡിങ് അല്ല HR എന്ന് വിചാരിച്ച് പല സ്റ്റുഡൻസും ഉണ്ട് കോഴ്സ് കഴിഞ്ഞിട്ട് മിസ്സേ നമ്മൾ പറഞ്ഞ പോലെയുള്ള ഒരു ഇത് സ്റ്റാർട്ടിങ്ങിൽ അവർക്ക് ആ എക്സ്പീരിയൻസ് ആണ് ഗെയിൻ ചെയ്യേണ്ടത്. ഇഫ് ദേ ഹാവ് ഗോട്ട് ദാറ്റ് എക്സ്പീരിയൻസ് പിന്നീട് വരുന്ന കമ്പനികളെല്ലാം അവർ ഡിമാൻഡ് ചെയ്യുന്ന സാലറി കൊടുക്കാൻ. ബിക്കോസ് എക്സ്പീരിയൻസ് ഉള്ള ഇത്രയും ലേബർ ലോ സാർ പറഞ്ഞ സെറ്റിൽമെന്റ്സ് ഫേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും ഒരു ഈവൺ ഒരു അതെ. അപ്പോൾ പിന്നെ കമ്പനിയുടെ അടുത്ത് ഒരു HR തമ്മിൽ സംസാരിക്കുമ്പോൾ തുല്യ ശക്തികൾ ഏറ്റുമുട്ടുന്ന പോലെയാണ്. അപ്പോൾ പിന്നെ ഒരു നെഗോസിയേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരുന്നില്ല. ഇപ്പോൾ IMSലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഈ ഒരു ഫീൽഡിനെ കുറിച്ച് ഇത്രയും ഡീപ്പ് നോളജ് ഉള്ള ഒരാൾ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ ഹെഡ് ചെയ്യാന്ന് പറയുന്നത് തന്നെ ഫോർ ദം ദേ ആർ ഗെറ്റിംഗ് ലോട്ട് ഓഫ് നോളജ് ആൻഡ് സ്കിൽസ് ആസ് വെൽ. ആ ഒരു പ്രോഗ്രാമിലേക്ക് ഈ പറഞ്ഞ ആ ഒരു ജോബ് സിനാരിയോ നമ്മളെങ്ങനെ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവുക? ഹൗ അവർ സ്ട്രക്ചർ സിലബസ് ആൻഡ് കോഴ്സ് കരിക്കുലം ആർ സെറ്റ്? Yeah, the current course syllabus is covering all the aspects, whatever we have been started talking right from the beginning, right from your talent acquisition to your dismissal. We have incorporated all the subject matters, including AI and everything. So it has been global HRM, കാര്യമായിക്കോട്ടെ, global HRM, digital HRM, strategic analytics, strategic HRM, everything we have incorporated. നമ്മൾ ഒരു കേരള അല്ലെങ്കിൽ ഇന്ത്യ അല്ല ഫോക്കസ് ചെയ്യുന്നത്. ഈവൻ പുറത്തു പോയിട്ട് ഒരു HR വർക്ക് ചെയ്യണം, ഒരു HR ആസ്പിരൻ്റ് ആണെങ്കിൽ നമ്മുടെ കോഴ്സ് ഓക്കെയാണ്. ബിക്കോസ് ഏത് മൂല എടുത്താലും it is there in IMS curriculum. And if you ask me, even I have incorporated all the HR policy matters. Yes. What is pertinent in the industry, adinu nammal incorporate cheyidittundu ivide. All the labor laws we are imparting, so they will get the first hand information from Rasitha and people from the industry like me.
പ്രാക്ടിക്കലായിട്ട് more than what we are trying to do is we are sharing our industry and experience. Okay. So they are getting a offhand information, not only the subjectal and theoretical knowledge, പക്ഷേ they are also getting a practical ചെയ്ത് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കൂടി അവർക്ക് HR ക്ലബ് ഒക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. there is a committee which is I would like to add, ഞാനിപ്പോൾ 2 different യൂണിവേഴ്സിറ്റി ബി സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന ഒരാളാണ്. സോ എൻ്റെ ആ കുട്ടികളെ ഇപ്പോൾ ഞാൻ ഓർക്കുമ്പോൾ ഐ ഫീൽ സോറി ഫോർ ദം, ബിക്കോസ് എനിക്കിതൊന്നും അവരെ പഠിപ്പിക്കാൻ പറ്റിയില്ല. അവിടെ നമുക്കൊരു യൂണിവേഴ്സിറ്റി സിലബസ് ഉണ്ട്, ലേബർ ലോ ഒന്നും അരുത്ത് കൂടെ പോയിട്ടില്ല. ഐ എം സോറി, ലൈക്ക് എൻ്റെ സ്റ്റുഡൻസ് No, I would second that, Rashida, because when I used to interview some of the candidates even in Chennai from a reputed college, I don't want to name the college, Ali sir, if you ask the percentage of PF, the students will not be able to give you the answer. പക്ഷേ ഇവിടെ what we are trying to do, the smallest nitty-gritty also we are teaching our students. എന്തിന് കുട്ടികളെ പറയുന്നു, ഞാനൊരു MBA കഴിഞ്ഞിറങ്ങിയിട്ട് ഇൻഡസ്ട്രിയിൽ കയറുന്ന സമയത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഐ ഗോട്ട് വാസ് ഓക്കെ PF-നെ പറ്റി എന്താ അറിയാം, പ്രൊവിഡൻറ്റ് ഫണ്ട്. എന്നോട് അവർ ഡെഫിനേഷൻ ചോദിച്ചാൽ 5-6 ഡെഫിനേഷൻ കൊടുക്കാനും അതിൻ്റെ കാര്യങ്ങൾ പറയാനും ആർക്കൊക്കെ കിട്ടുന്നു എന്ന് പറയാനും, അപ്പോൾ അവർ വീണ്ടും ഓക്കെ മൈ ക്വസ്റ്റ്യൻ ഈസ് അബൌട്ട് ദ പെർസെൻറ്റേജ്. ഞാൻ സോറി സർ ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞ ഒരു പക്ഷേ if you ask സിറ്റുവേഷൻ. our students, they will tell you what is an employer contribution, what is an employee contribution, the breakup of the employer contribution also they will tell you. എല്ലാം പഠിപ്പിക്കുന്നുണ്ട് കൃത്യമായിട്ട്. സോ കുറച്ചും കൂടെ ഞാൻ ആസ് എ ഫാക്കൽറ്റി നമ്മൾ ഫേസ് ചെയ്ത കാര്യങ്ങളാണല്ലോ, നമ്മൾ ചാലഞ്ച് നമ്മൾ കണ്ട വർക്ക് പ്ലേസിൽ കണ്ട കാര്യങ്ങൾ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും നമ്മുടെ എന്നുള്ളതാണ്. കുട്ടികളെ പറ്റി പറയുമ്പോൾ ഐ എം കോൺഫിഡൻറ്റ്, ലൈക്ക് ഇൻഡസ്ട്രിയിൽ നിന്ന് വന്ന ആര് എന്ന് ചോദിച്ചാലും എനിക്ക് പറയാൻ പറ്റും നിങ്ങൾക്ക് വേണ്ട റൈറ്റ് കാൻഡിഡേറ്റ് നമ്മുടെ കയ്യിലുണ്ട് എന്ന് പറയാൻ പറ്റും. HR-ൻ്റെ ഏതൊരു പോയിന്റിൽ അവരെ ഹെൽപ്പ് ചെയ്യാനാണെങ്കിലും നമ്മുടെ സ്റ്റുഡൻസ്, അതിപ്പോൾ അവിടെ പോയി കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഒരു എംപ്ലോയി ആയിട്ട് ജോയിൻ ചെയ്യണമെന്നില്ല, നമ്മൾ ഓർഗനൈസേഷൻ്റെ ഒരു പ്രോജക്റ്റ് എടുത്ത് വരെ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റുഡൻസ് തന്നെ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നു. അവർ എൻഗേജ്മെൻറ്റിൽ ലോ എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ ഹൈ എംപ്ലോയി ടേൺ ഓവർ ഫേസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു വരുന്ന സമയത്ത് വി സിറ്റ് ടുഗെദർ, വി ഡിസ്കസ് അപ്പോൺ ഇറ്റ്. Case studies. അതെ, കേസ് സ്റ്റഡീസ് ഡൈനാമിക് ആയിട്ട് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് Everything we are കാര്യങ്ങൾ. trying to impart them. So the final question, a job must be earned, യെസ് you cannot buy it. Absolutely. What is your comment on that? റൈറ്റ് It is 100% true, sir. 10%. We have to earn it. We have to earn it. സർ നേരത്തെ പറഞ്ഞൊരു ക്വസ്റ്റ്യനിൽ കുറച്ചും കൂടെ ഒന്ന് ആഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ HR-ൽ വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസ് നമുക്കുണ്ട്. ദേ ഹാവ് നോട്ട് കംപ്ലീറ്റഡ് ദ കോഴ്സ്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പാർട്ട് ടൈം ആൻഡ് ഫുൾ ടൈം ആയിട്ട് HR അസിസ്റ്റൻ്റ് ആയിട്ടോ HR എക്സിക്യൂട്ടീവ് ആയിട്ടും HR ഇൻറ്റേൺ ആയിട്ടും വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസ് നമുക്ക് ഉണ്ട് IMS-ൽ. സോ അവർ പറയുന്നൊരു കാര്യമുണ്ട്, മിസ്സേ ഞാൻ ഡിഗ്രി കഴിഞ്ഞിറങ്ങിയപ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഇല്ല, പക്ഷേ ഇപ്പോൾ എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഞാനവിടെ ആ ഒരു ഫോമൽ അറ്റയറിൽ പോയിരിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ് ഉണ്ട് താങ്ക്സ് ടു IMS. അപ്പോൾ കഴിയണമെന്നില്ല, കോഴ്സ് കഴിയണമെന്നില്ല. അതാണ് നമ്മുടെ ഒരു യൂണിക് സെല്ലിംഗ് പോയിന്റ് എന്ന് തന്നെ പറയാം. കോഴ്സ് ഈസ് എ കംപ്ലീറ്റ് പാക്ക്. ഒരുപാട് ലൈക്ക് വീട്ടിലിരുന്നാൽ ആരും കൊണ്ടുവന്ന് തരില്ല. നിങ്ങളുടെ സ്കില്ല് എന്താണ്, നമ്മളൊരു കാൻഡിഡേറ്റിനെ സെർച്ച് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നു HR കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്കറിയാം ഒരു കാൻഡിഡേറ്റിനെ നമ്മൾ എങ്ങനെയാണ് സോഴ്സ് ചെയ്ത് ഇൻ്റർവ്യൂ ചെയ്ത് ഡിഫറെൻറ്റ് സെലക്ഷൻ പ്രൊസീജിയറിലൂടെ പോയി എങ്ങനെയാണ് ഒരാളെ എടുക്കുന്നത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. സോ അവർക്കറിയാം അത് കോമ്പറ്റീഷൻ എങ്ങനെ വരുന്നു, എന്തൊക്കെയാണ് ഒരു HR നോക്കുന്നത്, എന്തൊക്കെ കീറി മുറിച്ച് പരിശോധിക്കുന്നതെന്ന് കൃത്യമായി അറിയുന്നതുകൊണ്ട് അവർ അറിയാം എളുപ്പമല്ല പണി, പക്ഷെ പണി കിട്ടിയാൽ ഇറ്റ് ഈസ് എ സേഫ് കരിയർ. സൂപ്പർ. And moreover, taking me as the departmental head, they also look up to me as a role model. Yes. And that is what I'm trying to impart in them as the right HR people. So definitely they will all be fruitful in their careers and they will get a wonderful professional, which we are 100% sure as faculties. ഡെഫിനറ്റ്ലി. സോ അത്തരത്തിൽ ഒരുപാട് നല്ല വിദ്യാർത്ഥികൾ ഇനിയും വരട്ടെ എന്ന് ആശംസിക്കുകയാണ് HR ഫീൽഡിലേക്കും. അതുവഴി ആളുകളെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഒരു ബെറ്റർ ഫ്യൂച്ചറിനൊക്കെ പറ്റുന്ന ഒരു വലിയ ഓർഗനൈസേഷണൽ ഹെഡ്സിലേക്കൊക്കെ അവർ വരട്ടെ എന്ന് ആശംസിക്കുന്നു. സോ ഈ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. സോ താങ്ക് യു ഫോർ ജോയിനിങ് IMS. Thank you very much, sir. Thanks for giving this opportunity. സോ താങ്ക് യു ഫോർ യുവർ ടൈം ആൻഡ് നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കുറേ ആളുകൾ കുറേ എക്സ്പീരിയൻസിൽ ഷെയർ ചെയ്യാൻ ഇനിയും വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ മറക്കാതെ നമ്മുടെ കരിയർ ക്ലബിൻ്റെ പേജ് ഫോളോ ചെയ്യുക ആൻഡ് ബെൽ ബട്ടൺ കൂടി അടിച്ചേക്കുക. ബൈ ബൈ.